ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്ത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് സൗരവ് മുഖർജിയുടേത്. പ്രത്യേകിച്ച് ഈക്വിറ്റി പോർട്ട്ഫോളിയോ മാനേജേഴ്സിൽ ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പൊസിഷനാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള മാർസിലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി, അവരുടെ അസറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 7000 കോടിക്ക് മുകളിലേക്ക് വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയധികം പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാർസിലസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് കമ്പനി ചെയ്യുന്നത്, അവർ ഒരു ഫീസ് വാങ്ങുകയാണ് ചെയ്യുക. അതായത് അവർ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ 1% മുതൽ 2% വരെയുള്ള ഫീസ് അവർ ചാർജ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാർജാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. 6000-7000 കോടിയുള്ള ഈ ഒരു ഹൈ AUM ഉള്ള ഈ ഒരു പോർട്ട്ഫോളിയോ 1% പെർഫോം ചെയ്താൽ തന്നെ ഇവരുടെ റവന്യൂ അത്രമാത്രം വർദ്ധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സൗരവ് മുഖർജി എന്ന് പറയുന്ന ഇദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ട് ലണ്ടനിൽ കുറച്ചു കാലം വർക്ക് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ വന്ന് ആംബിറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആയി വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ മാർസിലസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഈ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അൺയൂഷ്വൽ ബില്യനേഴ്സ്, അതുപോലെ കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് പോലെയുള്ള പുസ്തകങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയ പുസ്തകങ്ങളാണ്. കൂടാതെ ഡയമണ്ട്സ് ഇൻ ദ ഡസ്റ്റ്, അതുപോലെ വിക്ടറി പ്രൊജക്ട്, ഗുരു ചാവോസ് ആൻഡ് അൺഫിൽട്ടേഡ്, അതുപോലെ CEO ആൻഡ് ദ കോച്ച് തുടങ്ങിയിട്ടുള്ള മറ്റു പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ് മീറ്റിങ്ങിൽ അദ്ദേഹം 5 സ്റ്റോക്കുകളിൽ ബുള്ളിഷ് ആണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സൗരവ് മുഖർജിയുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഏഷ്യൻ പെയിൻറ്റ്സ് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് -10% ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ തീർച്ചും നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു ഏഷ്യൻ പെയിൻറ്റ്സ്. അതിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് മൈനസ് ഗ്രോത്ത് ആയിരുന്നു, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും മൈനസ് ആയിരുന്നു, അതുപോലെ ഇയർ ഓൺ ഇയർ സെയിൽസും മൈനസ് ആയിരുന്നു, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റും നേരിയ ഒരു 0.38% ഒരു ഗ്രോത്ത് മാത്രമായിരുന്നു ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്നല്ല, കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പെർഫോമൻസ് വളരെ പുവറായിരുന്നു. ഒരു ആവറേജ് സ്റ്റോക്ക് പ്രൈസ് CAGR നോക്കുകയാണെങ്കിൽ അത് -1% ആണ് കഴിഞ്ഞ 3 വർഷത്തെ. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഹൈ ആയിട്ടുള്ള 3590 വരെ പോയിരുന്നു. പിന്നീട് ഡൗൺ ട്രെൻഡിലേക്ക് പോയിട്ട് ഏകദേശം 2670 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയായിരുന്നു ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൈസ്. ഇപ്പോൾ അത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 16% താഴെ കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ PE റേഷ്യോയും ഗണ്യമായിട്ട് താഴോട്ടേക്ക് വന്നു. അതിൻ്റെ വാല്യുവേഷൻ നോർമലായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മീഡിയൻ PE 76.4 ആയിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ താഴ്ന്നിട്ട് 52.6 ആയതായിട്ട് കാണാം. അപ്പോൾ നല്ലൊരു വാല്യുവേഷനിലാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് മാത്രമല്ല, പെയിൻറ്റ് സെക്ടറിലെ എല്ലാ കമ്പനികളും അവരുടെ ഓപ്പറേഷൻ കോസ്റ്റ് വളരെയധികം വർദ്ധിച്ചതിനാൽ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വോളറ്റിലിറ്റി, മറ്റ് ഇൻപുട്ട് കോസ്റ്റ് വൻതോതിൽ വർദ്ധിച്ചതിനാൽ അവർ പല കമ്പനികളും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിയും, ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് ഏഷ്യൻ പെയിൻറ്റ്സ് അവരുടെ എല്ലാ പെയിൻറ്റ് പ്രൊഡക്റ്റുകളിലും 1% പ്രൈസ് ഹൈക്ക് നടത്താൻ പോവുകയാണ് എന്ന വാർത്ത വന്നിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു 3% ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കാണുകയാണ്. മറ്റൊരു പ്രത്യേകത, നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നല്ല ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കറക്ഷൻ നടന്ന ദിവസമാണ് ഇന്നാണ് ഈ ഏഷ്യൻ പെയിൻറ്റ് തിരിച്ചു കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ സൗരവ് മുഖർജിയുടെ റിപ്പോർട്ടും അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആ ഒരു പ്രൈസ് ഹൈക്ക് തീരുമാനവും ഒന്നിച്ചായത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. ഏതായാലും സ്റ്റോക്ക് ഒരു 3% അപ്സൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ 2700-3500 എന്നുള്ള ഒരു റേഞ്ചിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഏഷ്യൻ പെയിൻറ്റ്സിനെ കുറേ കാലത്തിന് ശേഷമാണ് നമുക്ക് 3000 ലെവൽ ടച്ച് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം വർഷങ്ങളായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും ചെറിയൊരു പ്രൈസ് ഹൈക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളമാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു കറക്ഷൻ ഫേസിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അതുപോലെ സൗരവ് മുഖർജി ബുള്ളിഷ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് നാരായണ ഹൃദയാലയാണ്. കഴിഞ്ഞ വർഷം 21% ഒരു ആവറേജ് റിട്ടേൺ മാത്രമാണ് നാരായണ ഹൃദയാലയ നൽകിയിട്ടുള്ളത്. അപ്പോൾ നാരായണ ഹൃദയാലയുടെ ഒരു പ്രത്യേകത, ഈ ഹോസ്പിറ്റലിൻ്റെ ലോ കോസ്റ്റ് ഇൻഷുറൻസ് ആ ഒരു മോഡലാണ് ഈ ഹോസ്പിറ്റൽ ചെയിനിനെ വ്യത്യസ്തമാക്കുന്നതെന്നാണ് സൗരവ് മുഖർജി പറയുന്നത്. അതായത് ഇവരുടെ ഒരു ഇൻഷുറൻസ് മോഡൽ എന്ന് പറയുന്നത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അപ്പോൾ ഈ ഫീ അടച്ചുകൊണ്ട് ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരാളെ സംബന്ധിച്ച്, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ആ ഹോസ്പിറ്റലിൻ്റെ എല്ലാ സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർഭയമായിട്ട് ഈ ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്ത് ഏത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവർക്ക് അത് സഹായിക്കുന്നു. അപ്പോൾ ഇത് ആ ഹോസ്പിറ്റലിൽ തന്നെ പേ ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ ഒരു ആശുപത്രിയുടെ ചികിത്സ കൊള്ള എന്നുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 14% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ഹൈ 1445 വരെ പോയിരുന്നു, ലോ 972 വരെയും പോയിരുന്നു. അപ്പോൾ ഈ 1445 എന്നുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് ഇത് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഈ സ്റ്റോക്ക് നല്ലൊരു റണ്ണപ്പ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ മീഡിയൻ PE 38.6 ആയിരുന്നു. അപ്പോൾ അതിലും താഴെയാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ PE റേഷ്യോ കാണാൻ കഴിയുന്നത് 31.8. അപ്പോൾ നല്ലൊരു വാല്യുവേഷൻ ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് നാരായണ ഹൃദയാലയ. അപ്പോൾ നാരായണ ഹൃദയാലയെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ മറ്റ് വീഡിയോകൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് വാച്ച് ചെയ്യാവുന്നതാണ്. സൗരഭ് മുഖർജി ബുള്ളിഷ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് ഡിവിസ് ലബോറട്ടറീസ് ആണ്. ഇത് കഴിഞ്ഞ ഒരു വർഷം 27% ഒരു നോർമൽ റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഡിവിസ് ലബോറട്ടറിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് US മാർക്കറ്റാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഫാർമ കമ്പനികളുടെ ഒരു മാർക്കറ്റ്. അപ്പോൾ മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് ഏകദേശം 170-180 ബില്യൺ ഡോളറിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു 170-150 ബില്യണിൽ ഏകദേശം 100 ബില്യണോളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും $10 ബില്യൺ മാത്രമാണ്. അപ്പോൾ ഇന്ത്യ ഏകദേശം ആ ഒരു ചൈനയുടെ ആ ഒരു 100 ബില്യണിൽ നിന്ന് ഒരു 10% അടർത്തിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ത്യയുടെ API ഇൻഡസ്ട്രി അടുത്ത 3 വർഷം കൊണ്ട് അതിൻ്റെ വളർച്ച ഡബിൾ ആകുമെന്നാണ് സൗരഭ് മുഖർജി പ്രവചിക്കുന്നത്. അതുകൂടാതെ ഡിവിസ് ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കോൺട്രാസ്റ്റ് മീഡിയ അതൊരു ഡൈ ആണ്. ആ ഡൈ ഈ മെഡിക്കൽ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് US ഷോർട്ടേജ് ആണ്. അപ്പോൾ ആ ഷോർട്ടേജ് നികത്താൻ ഡിവിസ് ലബോറട്ടറീസിലാണ് ഇന്ത്യയിൽ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് കാക്കിനടയിൽ ഡിവിസ് ലബോറട്ടറി ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ ഓർഡർ ബുക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബൂം ഈ സ്റ്റോക്കിൽ ഉണ്ടാവുമെന്നാണ് സൗരഭ് മുഖർജി പ്രവചിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈ പ്രൈസ് പോയത് 5425 വരെ പോയിരുന്നു. അവിടെ നിന്ന് പിന്നീട് താഴോട്ട് വന്ന് അതൊരു ഡൗൺ ട്രെൻഡിലേക്ക് സ്റ്റോക്ക് പോവുകയുണ്ടായി. ഏകദേശം 3295 എന്നുള്ള വളരെ ശക്തമായ ഒരു ക്രാഷ് ഈ സ്റ്റോക്കിൽ സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ ചാർട്ട് നോക്കി നമുക്ക് കാണാൻ കഴിയും ആ ഡൗൺ ട്രെൻഡിലേക്ക് പോയിട്ടുള്ള സ്റ്റോക്ക് ഇപ്പോൾ ഒരു റിക്കവറിക്ക് ശ്രമിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ 4600 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക്, അതായത് 5425 എന്നുള്ള ലെവലിലേക്ക് ഈ സ്റ്റോക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ അധികമാണ്. സൗരഭ് മുഖർജി ബുള്ളിഷായ 2 സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സും ഡിവിസ് ലബോറട്ടറിയും ലാർജ് ക്യാപ് കമ്പനികളാണ്, 1 ലക്ഷത്തിന് മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളാണ്. എന്നാൽ നാരായണ ഹൃദയാലയ ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. ഏകദേശം 25,000 കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണ് അതിനുള്ളത്. ഇനി പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് അതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 2275 കോടി മാത്രമുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷം ആ കമ്പനി നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് 16% മാത്രമാണ്. ഹൈ പ്രൈസ് 1151 വരെ വരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 802 നിൽക്കുന്നത്. അതായത് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് അല്ലെങ്കിൽ 52 വീക്ക് ഹൈയിൽ നിന്ന് 30% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വലിയൊരു കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 39.3 ആണ്. ഇതിൻ്റെ ROC എന്ന് പറയുന്നത് 16.9, ROE 17.6 മോശമില്ലാത്ത 15% കൂടുതലുള്ള ROCയും ROEയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 30% ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റിൽ 24% ഒരു വർധനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പേര് കേരിസിൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് പ്രധാനമായിട്ടും ഈ ക്വാർട്സ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സിങ്ക് നിർമ്മിക്കുന്ന കമ്പനിയാണ്. കിച്ചൺ സിങ്കുകൾ നമുക്കറിയാം, സാധാരണ നമ്മൾ കിച്ചൺ സിങ്കുകൾ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ക്വാർട്സ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ സിങ്ക് ഇവർ ഐക്യ എന്ന് പറയുന്ന ഗ്ലോബൽ ബ്രാൻഡിന് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിരുന്നു ഈ കേരിസിൽ എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ഈ ഒരു ക്വാർട്സ് കിച്ചൺ സിങ്കിൻ്റെ ഒരു പ്രത്യേകത, അത് കുറച്ച് എക്സ്പെൻസീവാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിനേക്കാളും എക്സ്പെൻസീവാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത അതിൽ സ്ക്രാച്ചുകളോ സ്റ്റെയിനുകളോ നിൽക്കില്ല എന്നുള്ളതാണ്. അസ്തെറ്റിക് ആയിട്ടുള്ള കിച്ചണുകളിൽ നല്ല ഒരു റിച്ച് ഫീലിംഗ് നൽകാൻ ഈ ഒരു ക്വാർട്സ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള കിച്ചൺ സിങ്കിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിങ്ക് മോഡലിൻ്റെ ഒരു പ്രത്യേകത.
അപ്പോൾ കേരീസിലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാം. മറ്റൊരു സ്റ്റോക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഇൻഡോമിം എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ആപ്പിൾ കമ്പനിയുടെ ഐഫോണിന് ആവശ്യമായിട്ടുള്ള മെറ്റൽ കേസുകൾ നിർമ്മിക്കുന്ന കമ്പനിയായിട്ടാണ് ഈ കമ്പനി അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ കമ്പനിയിൽ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് കമ്പോണൻറ്റ്സ് നിർമ്മിച്ച് നൽകുന്ന ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്നത് അതിൽ ലിസ്റ്റഡ് കമ്പനികൾ അൺലിസ്റ്റഡ് കമ്പനികളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലിസ്റ്റഡ് കമ്പനികൾ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഏതായാലും ഇവിടെ പരാമർശിച്ചുള്ള മറ്റ് 4 സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠനം നടത്താൻ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. തീർച്ചയായും നല്ല ഗ്രേറ്റ് സ്റ്റോക്കുകളാണ് അവയൊക്കെ. അപ്പം അത് ഒരു ക്രാഷ് സമയത്ത് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിട്ട് മനസ്സിലാക്കുന്നു. എങ്കിലും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. സൗരവ് മുഖർജി ഒരു ഫണ്ട് മാനേജർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല പ്രഡിക്ഷൻസും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഏഷ്യൻ പെയിൻറ്റ്സ് നമുക്കറിയാം 3 വർഷം അണ്ടർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അത്തരം പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.